അഖിൽ ജോസ് കെ മാണി പത്രിക നൽകാനെത്തുന്നു. പാലായിൽ ജോസ് കെ മാണി ഉണ്ടോ എന്ന ചോദ്യം കുറച്ചുനാൾ ശക്തമായി ഉയർന്നിരുന്നു. അതിനുശേഷം പാലായിൽ ജോസ് കെ മാണി തന്നെ എന്ന മറുപടി ലഭിക്കുന്നു. അദ്ദേഹം ആ പത്രിക നൽകാനെത്തുന്നു. വലിയ പോരാട്ടം നടക്കുന്ന, കൗതുകമുള്ള പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് പാല. വിശദാംശങ്ങൾ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ ശക്തമായ വാശിയേറിയ ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി പാല മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ജോസ് കെ മാണി MP ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. 4 സെറ്റ് പത്രികകളാണ് സമർപ്പിക്കുന്നത്. കോട്ടയം പാല RDOയ്ക്ക് മുൻപിലാണ് സമർപ്പിക്കുന്നത്. രാവിലെ തന്നെ KM മാണിയുടെ കലറിലെത്തി അവിടെ എത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷം കുരിശുപള്ളിയിൽ മെഴുകുതിരിയും കത്തിയ ശേഷമാണ് ജോസ് കെ മാണി MP ഇത്തരത്തിൽ ഇപ്പോൾ പാർട്ടി അതായത് മണ്ഡലം കൺവെൻഷൻ ഓഫീസിലേക്ക് കയറുകയാണ്. അതിനുശേഷമാണ് പത്രിക സമർപ്പിക്കാൻ പോകുന്നത്. നമുക്ക് ഒരു MP സ്വീകരണമൊക്കെ നൽകുന്നുണ്ട്. അതിനുശേഷം രാവിലെ 10 അതായത് 12 മണിയോടുകൂടി RDO ഓഫീസിന് മുന്നിൽ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയത്. 4 സെറ്റ് പത്രികകളാണ് സമർപ്പിക്കുന്നത്. നമുക്ക് MP പ്രതികരണത്തിലേക്ക് ഒന്ന് കിട്ടുമ്പോൾ ലഭിക്കുന്നു. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. എന്താണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക്? ഇന്ന് രാവിലെ അച്ചാച്ചൻ്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഏപ്രിൽ 9-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. അതേ ദിവസമായിരുന്നു അച്ചാച്ചൻ പാലയോട് വിട പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളെല്ലാ പ്രദേശങ്ങളിലും പാലാ നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളിലൂടെ കടന്നുപോയി. വളരെ അനുകൂലമായ പ്രതികരണമാണ്. തീർച്ചയായും ഇടതുപക്ഷം പാലാ തിരിച്ചു പിടിക്കും, വിജയിക്കും എന്ന് തന്നെയാണ്. ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. എല്ലാ പ്രദേശങ്ങളിലും പാല ഇങ്ങനെ പോയാൽ പോരാ. പാലയുടെ ഒരു സുവർണകാലം ഉണ്ടായിരുന്നു. ആ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഇന്ന് എല്ലാവരും ഒരുമിച്ചാണ് നീങ്ങുന്നത്. ആരെങ്കിലും ഒറ്റയ്ക്ക് നമ്മൾ മത്സരിക്കുകയല്ല, എല്ലാവരും മത്സരിക്കുന്നു. ഇന്ന് ഇടതുപക്ഷം ഒരുമിച്ച് പോരാടുന്നു. ഒരുമിച്ച് വിജയം കൈവസമാക്കും. മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ തുടർഭരണം എന്നുള്ളത് തന്നെയല്ലേ നമ്മുടെ തുടർഭരണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മറ്റ് പ്രദേശങ്ങളിൽ ആ ഫീലിംഗ് വികസന മുന്നേറ്റ ജാഥ ഞാൻ നടത്തിയപ്പോൾ, പ്രത്യേകിച്ച് മധ്യമേഖലയിൽ ക്യാപ്റ്റൻ നടത്തിയപ്പോൾ തന്നെ ആ ഫീലിംഗ്, ആ ഒരു സെൻസ് ഓഫ് ദി ഹൗസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സെൻസ് അതായിരുന്നു എന്ന് അന്നേരം തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. തീർച്ചയായും ജോസ് കെ മാണി പത്രിക നൽകിയ ശേഷം പ്രതികരിക്കുകയാണ്.